ഉച്ചക്ക് 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഏകദേശം നമുക്കൊരു 3 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വടകരെത്തുമല്ലോ. പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ലേറ്റ് ആകുകയുള്ളൂ. ഇനി എന്താ ദിവസം മാസ്ക് വെച്ച് വരുന്നതെന്ന് എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ. എനിക്ക് അലർജീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടേ, അതുകൊണ്ടാണ്. ഈ ബസ്സിലൊക്കെ നമ്മളൊരു ആരെങ്കിലുമൊക്കെയല്ലേ ഇരിക്കുക. ഓരോരു സ്പ്രേ അടിച്ച് വന്നാലോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നമ്മൾ അരിയത്തോട് ഒരാൾ പോയാലോ അങ്ങനെയൊക്കെ അന്നേരം എനിക്ക് പ്രശ്നം കേട്ടോ. വടകരക്ക് പോകുമ്പോൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലം കേട്ടോ ഈ ഓയിൽ മില്ല്. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. പിന്നെ വരുന്നത് പുതിയ സ്റ്റാൻഡിൽ കുടുങ്ങിയാൽ കുറച്ച് സമയം കഴിയും ഒന്ന് ഒഴിവായി കിട്ടാൻ. അപ്പം ഇവിടെയെല്ലാം പോകുന്ന സമയം ഞാൻ എങ്ങനെയാണോ കൂട്ടിപ്പിടിക്കുക. ഞാനിപ്പോൾ നടന്ന് ചെയ്യേണ്ട വർക്കല്ലേ, ഞാൻ ആ സ്ഥാനത്ത് ഓടിച്ച്. അത് മാത്രം കേട്ടോ വ്യത്യാസമുള്ളൂ. മറ്റ് ഞാൻ ഓരോ ഷോപ്പിലും പതുക്കെ കയറി ഓരോട് സംസാരിച്ച് പൈസയൊക്കെ വാങ്ങി അങ്ങനെ പതുക്കെ കേട്ടോ ചെയ്യും. ഈ ബ്ലോക്കിലങ്ങ് പെട്ടാൽ എൻ്റെ കഥ പോയത്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് മാത്രം ഓട്ടായിരിക്കും. പറഞ്ഞ് നമ്മൾ വടകര എത്തിയില്ലേ. പണ്ട് എനിക്ക് വടകര എന്ന് പറയുമ്പോൾ അറിയുന്ന 2 സ്ഥലം, ഒന്ന് പുതിയ സ്റ്റാൻഡ് ഒന്ന് പഴയ സ്റ്റാൻഡ് മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് വടകര ഏകദേശ സ്ഥലങ്ങളും കുറേ ആളുകളൊക്കെ എനിക്കറിയാൻ പറ്റി. ഒരുപാട് ഷോപ്പുകൾ, അതുപോലെ ഒരുപാട് ആളുകൾ ഒരുമായിട്ടൊക്കെ ഇപ്പം നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പയ്യോളി പോലെ തന്നെ ഇപ്പം വടകരയെ എൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടോ. കുടംപുളി കണ്ടങ്ങൾ ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണുകയാണേ. ഞാൻ പോകുന്ന ഒരു ഷോപ്പിൽ കണ്ടതാണ്. ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളെ, ഇതൊരു വിൽക്കാൻ കൊണ്ടുവച്ചതാ. ഒരുപാട് ഷോപ്പിൽ ഞാൻ ഡെയിലി പോകുന്നുണ്ടേ, പക്ഷെ എല്ലായിടത്തും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ആൾക്കാരെ മാത്രം ഞാനിങ്ങ് എടുത്തിട്ടോ. ഇങ്ങനെ ദിവസവും 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങുക, 3-3:15 ആകുമ്പോഴത്തേക്കൊക്കെ വടകര എത്തുക, നമ്മളെ ജോലിയൊക്കെ ചെയ്യുക, തിരിച്ച് ബാങ്കിലെത്തുക, അവിടെ നിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ ജോലി എന്ന് പറയുന്നത്. ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമ്മളെ ഒരു ദിവസത്തെ വർക്ക് കഴിയും കേട്ടോ. വീട്ടിലെ ജോലിയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈമായിട്ട് ഈ ഒരു ജോലിയും ചെയ്ത് വരുമാനം ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ ജീവിതം. പറഞ്ഞ് നമ്മൾ തിരിച്ച് പയ്യോളി എത്തി. കണ്ടോ പാലം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.